കൃഷ്ണദർശനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇതിലെ പല കഥാപാത്രങ്ങളും. യുധിഷ്ഠിരനാണ് കഥയെ നയിച്ചു കൊണ്ടുപോകുന്ന, രാജസ്ഥാനത്തേക്ക് ഉയരുന്ന ഒരു സാങ്കേതികത അനുസരിച്ച് നായകൻ യുധിഷ്ഠിരനാണ്. പക്ഷേ കഥയെ ആന്തരികമായി നയിക്കുന്നത് കൃഷ്ണദർശനമാണ്. കൃഷ്ണന്റെ കഥയാണ് ഹരിവംശമായി പരിണമിച്ചത്. ആ അർത്ഥത്തിലാണ് ഈ ചോദ്യം. മഹാഭാരതത്തിലെ ഉള്ളിലെ പ്രചോദനം, ചോദന കൃഷ്ണനും, ആ കൃഷ്ണന്റെ ചോദന അനുസരിച്ച് ചലിക്കുന്ന മറ്റ് കഥാപാത്രങ്ങളും. ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കൃഷ്ണവേദം എന്ന് വ്യാസൻ തന്നെ പറഞ്ഞിട്ടുള്ള മഹാഭാരതത്തിലെ ചിന്തകൾ കൊണ്ട് സാധിക്കുമോ? ഇങ്ങനെയാണ് ഈ ചോദ്യം പ്രസക്തമാവുന്നത്. ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഇതിഹാസം എന്നൊരു സങ്കല്പം മഹാഭാരതത്തിൽ വന്ന് ചേർന്ന സ്ഥിതിക്ക് അതൊരു കഥയാണ്. കഥയ്ക്കൊരു നായകനുണ്ടാകണം. അപ്പം കഥാഗതിം അന്ത്യം നീയതേരി നായക എന്ന് പറയാം. കഥാഗതിയെ ആദ്യം മുതൽ അന്തിമം വരെ നയിക്കുന്നവനാണ് നായകൻ. ആ സാഹിത്യ ശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ച് ഇതൊരു കാവ്യമായ സ്ഥിതിക്ക്, അല്ലെങ്കിൽ കഥയായ സ്ഥിതിക്ക്, ഇതിഹാസമായ സ്ഥിതിക്ക് കഥയിലെ ആദ്യന്തം കൊണ്ടെത്തിക്കുന്ന നായകൻ എന്നുള്ള ബാഹ്യസങ്കല്പത്തിൽ ധർമ്മപുത്ര തന്നെയാണ്. പക്ഷെങ്കിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നവൻ ആണ് ശ്രീകൃഷ്ണനെങ്കിൽ പോലും കഥാഗതിയെ ഒരു ഡയറക്ടറെ പോലെ പുറകിലിരുന്ന് സമ്പൂർണമായും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആന്തരികമായ നായകൻ കൃഷ്ണൻ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും ആന്തരികമായ ഒരു ചോദന, ഒരു പ്രചോദന, അത് ശ്രീകൃഷ്ണൻ തെളിയിച്ചത് മഹാഭാരത യുദ്ധത്തിലാണ്. കാരണം കടിഞ്ഞാൺ കയ്യിലെടുത്തു. ഈ കടിഞ്ഞാൺ ഈ മഹാഭാരതത്തിൻ്റെ കഥയുടെ കടിഞ്ഞാൺ മുഴുവൻ ശ്രീകൃഷ്ണൻ്റെ കയ്യിലാണ്. നമുക്കറിയാം വ്യക്തമായിട്ടും. ഓരോ സന്ദർഭത്തിനും ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും അവിടെ ചെന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും ഇടപെടും. പരോക്ഷമായി ഇടപെട്ടത് പോരാന്നുണ്ട്, പ്രത്യക്ഷമായും ഇവരെ കാണിക്കാൻ വേണ്ടി പാണ്ഡവർക്ക് ദൂത് പോകാൻ, അപ്പം ദൂതനാകാൻ, സാരഥിയാവാൻ, സഖാവാൻ, ഭൃത്യനാവാൻ, എന്തു വേണമെങ്കിലും ഏത് കർമ്മവും ചെയ്തുകൊണ്ട് ഈ മഹാഭാരത കഥയെ അതിൻ്റെ സമ്പൂർണമായ അന്തിമത്തിലേക്ക് നയിക്കാൻ പരോക്ഷമായി നിന്ന് ചരട് പിടിച്ച ഒരു ഐശ്വര്യമായ തേജസ്സാണ് ശ്രീകൃഷ്ണൻ. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ നായകനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാങ്കേതികമായും ഈ പറഞ്ഞ പോലെ കാവ്യശാസ്ത്രത്തിലേക്ക് വന്നാൽ നായകനല്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല നായകനെ അളക്കേണ്ടത്. മഹാഭാരതം ഉണ്ടായി എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കാവ്യശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്. ആ കാവ്യശാസ്ത്രങ്ങൾ നിയമം പറയുന്നത് പിന്നീടുള്ള കാവ്യശാസ്ത്രങ്ങൾ കണ്ടിട്ട് മാത്രമാണ്. ഇതിനെ കണ്ടിട്ടല്ല. അതിനുശേഷം മഹാഭാരതത്തെയും രാമായണത്തെയും നായിക ഭേദത്തെക്കുറിച്ചോ ഉപനായകന്മാരെക്കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതല്ല എൻ്റെ വിഷയം. അതിൻ്റെ വിഷയം അദൃശ്യമായ ഈശ്വര ശക്തിയുടെ ഒരു വലിയ പ്രചോദനം കൊണ്ട് കഥയുടെ അന്തിമത്തിലേക്ക് നയിക്കുക. സ്വാമി പറഞ്ഞ ശ്രീകൃഷ്ണൻ്റെ കഥാവൈഭവം ഇപ്പം പാണ്ഡവരുമായി ഇടപെട്ട സന്ദർഭം മുതലല്ല, അതിന് മുമ്പ് മുതലേ നമുക്ക് കാണാം. അത് മഹാഭാരതത്തിൽ പൂർണ്ണമാകത്തേനാണ് മഹാഭാരതത്തിനൊരു അനുബന്ധം കൂടി ചേർത്ത് ഹരിവംശം കൂടി ചേർത്ത് പൂർത്തിയാക്കിയത് ബുദ്ധിപൂർവ്വം ചെയ്താണ് പിന്നീട്. കാരണം ഈ ശ്രീകൃഷ്ണനെ ഏതാണ്ട് കാൽഭാഗം കഴിഞ്ഞതിന് ശേഷമേ മഹാഭാരതത്തെ കാണുന്നുള്ളൂ. അതുപോരല്ലോ. അപ്പം കൃഷ്ണൻ്റെ സമ്പൂർണ്ണമായ ചരിത്രം കൂടി വന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ കൃഷ്ണഭാരതമോ കൃഷ്ണീയമോ ആയി തീരുകയുള്ളൂ എന്നത് കണ്ടിട്ട് തന്നെയാവും അനുബന്ധമായ ഹരിവംശം കൂടെ ചേർത്തിട്ട് മഹാഭാരതത്തെ അറിയപ്പെട്ടത്. അപ്പോഴും ശ്രീകൃഷ്ണൻ തന്നെ സമ്പൂർണ്ണ നായകൻ എന്ന് പറയാൻ ഒരാക്ഷേപവും വേണ്ട. യുദ്ധാരംഭത്തിന് മുമ്പാണ് ഇതിൻ്റെ സംഗ്രഹമായിട്ട് ഗീത ഉപദേശിച്ചു കൊടുത്തത്. ഈ ഗീത അർജുനന് വേണ്ടി മാത്രമല്ല, അവിടെ നിൽക്കുന്ന സമസ്ത യോദ്ധാക്കൾ വേണ്ടിയിട്ടാണ്. പാർത്ഥായ പ്രതിബോധിതാം. ഈ പ്രതി തോറും എന്നർത്ഥം. എന്താ പ്രതിവൃക്ഷം എന്ന് സംസ്കൃത വൃക്ഷം തോറും, പ്രതിദിനം എന്ന് വെച്ചാൽ ദിവസം തോറും എന്നാണ്. അപ്പം ഈ പ്രതി എന്ന ഉപസർഗത്തിന് തോറുന്ന അർത്ഥം. അപ്പം പാർത്ഥായ പ്രതി എന്ന് വെച്ചാൽ പാർത്ഥൻ മുതൽ ഇവിടെ നിൽക്കുന്ന സമസ്ത യോദ്ധാക്കൾക്കും വേണ്ടിയുള്ളതാണ്. അടുത്ത തലമുറയ്ക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ളതാണ്. ഈ പ്രതി അർജുനം ആഹലോക സംഗ്രഹാർത്ഥം എന്ന് പറഞ്ഞ പോലെ, അതുപോലെ ഈ ഉപദേശം വാസ്തവത്തിൽ അവിടെ നിൽക്കുന്ന ഈ മരിക്കുന്നതിന് മുമ്പ് കൗരവരെ മുഴുവൻ പേർക്കും ഉപദേശം കൊടുക്കുന്ന കൃഷ്ണ ഉദ്ദേശം ഉണ്ടായിരുന്നു. കഴിഞ്ഞാൽ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് കേട്ട് വരും മരിക്കട്ടെ, എന്തായാലും കുറേ മരിക്കും എന്നുള്ള ഉറപ്പായി. അതിനു മുമ്പ് ബുദ്ധിപൂർവ്വം ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുത്തിട്ട് രസം കൊണ്ട് നിർത്തിയിട്ട് അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഇതാ കേട്ടോളൂ നിങ്ങളെല്ലാവരും, ഇതാണ് ലോകതത്വം എന്ന ജീവിത രഹസ്യം എന്ന് പറഞ്ഞ്, അതാണ് ഗീത മുഴുവൻ ജീവിതോപദേശമാണ്.
ഈ യുദ്ധഭൂമി വെച്ച് എന്താ കാര്യം? യുദ്ധമല്ലേ ഉപദേശിക്കേണ്ടത്? ഈ ജീവിതം അർജുനന് മാത്രമല്ല, ഈ നിൽക്കുന്ന എല്ലാ കൗരവ സഭയിൽപ്പെട്ടവരും പാണ്ഡവന്മാരും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇനി യുദ്ധം ചെയ്തോളൂ, ധൈര്യമായിട്ടും നിങ്ങളൊക്കെ ജീവൻ വെടിഞ്ഞു പോയാലും നിങ്ങൾക്ക് ഈ ഉപദേശത്തിൻ്റെ ശക്തി ഉള്ളിലുണ്ടാകും, ജന്മാന്തരങ്ങൾ സാഫല്യമാകട്ടെ എന്ന് മാത്രമേ കൃഷ്ണൻ വിചാരിച്ചു. അതുകൊണ്ടാണല്ലോ ഈ അർജുനന്റെ ചോദ്യത്തിന് മാത്രമല്ല ഭഗവാൻ മറുപടി അല്ല ചോദ്യം ഇവിടെ കിടക്കുന്നു, സമസ്ത മേഖലകളെ സ്പർശിച്ചാണ് പോയില്ലേ? 18 അധ്യായങ്ങളുള്ള നീണ്ടു പോകല്ലേ? പല ചോദ്യങ്ങളെയും പരിഗണിച്ചിട്ട് പോലുമില്ല. എത്ര വിഷയങ്ങൾ. അത് ഇവർക്ക് വേണ്ടി മാത്രമാണ്. ഇവരിപ്പോഴില്ലെങ്കിൽ ഇത് കേട്ട് മരിച്ചു പോകുന്ന ജന്മാന്തര സംസ്കാരത്തിൽ കൂടിയെങ്കിലും ഈ സംസ്കാരം കൊണ്ടുപോയാൽ ഇനിയുള്ള ജന്മങ്ങൾ ഇവർക്ക് നന്നായി വരട്ടെ എന്ന് വിചാരിച്ച് ദീർഘദൃഷ്ടിയോടെ എന്ന ക്രാന്തദർശിയായ ശ്രീകൃഷ്ണന്റെ സംഗമം ഈ മഹാഭാരതത്തെ ഏറ്റവും തേജസ്വിറ്റതാക്കി മാറ്റിയെന്നുള്ളതിന് ആശങ്കയില്ല.